ഹായ് 4 കിടിലൻ അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. 4 സിനിമകളുണ്ട്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടക്കം വന്നിട്ടുണ്ട്. ട്രെയിലർ, നമ്മൾ കാത്തിരിക്കുന്ന സിനിമയുടെ ട്രെയിലർ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് ട്രെയിലർ വരും. അതിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പുതിയ പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. എനിവേ, നേരെ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകുന്നു. ആദ്യത്തെ പോസ്റ്റർ ഇതാണ്. നമ്മുടെ ആസിഫിക്ക. പുള്ളി ഇപ്പൊ ഇറങ്ങിയ 2 സിനിമകളും ലെവൽ ക്രോസ് നല്ല അഭിപ്രായം വന്നെങ്കിലും കളക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഫ്ലോപ്പ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അഡിയോസ് അമിഗോസ് ആണെങ്കിലും വലിയ സംഭവം ഒന്നും കിട്ടിയിട്ടില്ല. അതും ഫ്ലോപ്പ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി മൂഞ്ചിച്ചു. സോ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് അടുത്ത് വരാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇവിടെ ഇട്ടിട്ടുണ്ട്. സത്യം പറയാലോ, അല്ല കിടുകൻ പോസ്റ്റർ, കിടുക്കാച്ചി പോസ്റ്റർ. ഒറ്റയടിക്ക് പോസ്റ്റർ കണ്ടാൽ തന്നെ സംതിങ് ഇസ് ദെയർ എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സാധനമാണ് തന്നിട്ടുള്ളത്. ആസിഫിക്ക പോലീസായിട്ടാണ് വരുന്നത്. മാത്രമല്ല, രേഖാചിത്രം എന്ന രീതിയിൽ തന്നെ അവിടെ ഒരു അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. ഒരു എന്താ പറയുക, ഒരു പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഒരു സംഭവം നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു സിസ്റ്ററിന്റെ ലുക്കിൽ നമ്മുടെ അനശ്വര രാജനും വന്നിട്ടുണ്ട്. അനശ്വരയാണെങ്കിലും ആസിഫിക്കാണെങ്കിലും മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല, നേരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തോ അതിലുണ്ട്, ഒരു ക്രൈം ത്രില്ലർ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും അവിടെ എഴുതിയിട്ടുള്ളത് ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. രേഖാചിത്രം, കാവ്യ ഫിലിം കമ്പനി, മെഗാ മീഡിയ, സംവിധാനം ജോഫിൻ ടി ചാക്കോ, നിർമ്മാണം വേണു കുന്നപ്പള്ളി. ഇനി നിൽക്കുന്നതും ഇതിപ്പോ പകുതി 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കണം. അവിടെ കുറെ ഫിലിംസ് ആണ് എടുക്കുന്നത്. കുറെ ഫിലിംസ് ഉണ്ടല്ലോ, പഴയ ക്യാമറയിലുള്ള ഫിലിംസ്. ആ സാധനം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ തൂക്കിട്ടിന്റെ ഇടയിലാണ് ആസിഫ്ക്ക് ആണെങ്കിലും ഈ ക്യാരക്ടറാണ് നിൽക്കുന്നത്. അതൊന്ന് കളർ ഫോട്ടോയും ഒന്ന് നെഗറ്റീവും പോലെയാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അത് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ഇവർ മരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു ഹിസ്റ്ററി. അപ്പൊ ഒരുപക്ഷെ നടന്നിട്ടുള്ള എന്തൊരു സംഭവമാണെന്ന് എനിക്ക് അറിയില്ല. എന്റെ അറിവിൽ അങ്ങനെയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഇതിലുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. പിന്നെ കൈ പിടിച്ച രീതി നോക്കുമ്പോൾ എനിക്കൊന്ന് ഇദ്ദേഹത്തിന്റെ തന്നെ ആരെങ്കിലും ആണോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. പുള്ളിക്കാരൻ അന്വേഷിക്കുന്ന കേസാവാം, പക്ഷെ അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരനുമായിട്ട് എന്തോ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അനശ്വരയുടെ ക്യാരക്ടർ എന്നും തോന്നുന്നുണ്ട്. എന്തായാലും നല്ല സൂപ്പർ പോസ്റ്ററാണ്, പ്രതീക്ഷയുള്ള സിനിമയാണ്. സോ സിനിമ വരട്ടെ, അതിന്റെ മറ്റ് അപ്ഡേറ്റുകൾ വരട്ടെ, എന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അടുത്തത് നമ്മുടെ നാനിയുടെ സ്വന്തം സിനിമ. പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിന്റെ ട്രെയിലർ 13th ഓഗസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഒരു ഗ്ലിംസ് പോലത്തെ സാധനമൊക്കെ വന്നിരുന്നു. കിടിലനായിരുന്നു. ടീസറും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല, പക്ഷെ വന്നിട്ടുണ്ടാണ് എന്റെ ഓർമ്മ. എന്തായാലും ഇതിന്റെ ഗ്ലിംസ് വന്നിട്ടുള്ളത് സൂപ്പർ സാധനമായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അതും കിടിലൻ സാധനമായിരുന്നു. ഭയങ്കര ട്രെൻഡിങ്ങിലൊക്കെ പോയ സാധനമാണ്. എന്തായാലും ഇതും സൂപ്പർ സാധനം. പുള്ളിക്കാരന്റെ ആ ഒരു 2 ഞരമ്പങ്ങൾ പൊങ്ങിയിട്ടുണ്ട്. എന്തായാലും ഏതൊരു ഫൈറ്റിലുള്ള ഒരു സംഭവമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കയ്യിൽ കുറെ എന്താ പറയാ കയറൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഒരു ഫൈറ്റ് രംഗത്തുള്ള ഒരു സാധനം. എന്തായാലും ഇതും ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ലാത്ത സാധനം തന്നെ. പിന്നെ നാനിക്ക് ഒരുപാട് ആരാധകരുണ്ട്. അധികം ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു നടനാണ് നാനി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ, അതും നല്ല സിനിമയാവട്ടെ. 13ാം തീയതി ട്രെയിലർ വന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അടുത്തത് മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്ന സിനിമകളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് ARM എന്ന് പറഞ്ഞുള്ള ടൊവിനോയുടെ സിനിമ. ഇതിന്റെ ഒരു മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും മോഷൻ പോസ്റ്റർ ഞാൻ വെക്കുന്നില്ല, ഇവിടെ ഒഫീഷ്യൽ പോസ്റ്റർ മാത്രം വെക്കുകയാണ്. വേൾഡ് വൈഡ് ഇൻ തിയേറ്റേഴ്സ് സെപ്റ്റംബർ, ഓണം റിലീസായിട്ട് വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓണം റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഓണത്തിന്. ARM 3D ആണ്. പിന്നെ വരുന്ന ഭാഷകൾ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി. സോ ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും. ടോവിനോ എഴുതിയിരിക്കുന്നത് അൺറൈവൽ ദ സീക്രറ്റ്സ് ഓഫ് ചോദിക്കാവ് അല്ലേ. ദിസ് ഓണം സെപ്റ്റംബർ 2024, വേൾഡ് വൈഡ് ഇൻ തിയേറ്റേഴ്സ്, എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ 3D ആൻഡ് 2D അക്രോസ് 5 ലാംഗ്വേജസ്. 3Dയിലും 2Dയിലും ഉണ്ട് എന്തായാലും സിനിമ. എനിക്ക് തോന്നുന്നത് ഒരു മഹാസംഭവമുള്ള സാധ്യത ഉണ്ട്. ടീച്ചറൊക്കെ കിടിലൻ സാധനമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും സംസാരിക്കുന്നതാണെങ്കിലും പിന്നെ അതിന്റെ വിഷ്വൽസ് ആണെങ്കിലും ആ ഒരു ക്വാളിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. എന്തായാലും ജിതിൻ ലാലാണ്. നല്ല സിനിമയാവട്ടെ. പിന്നെ പുള്ളിക്കാരൻ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൊരു ഉണ്ടായിരുന്നല്ലോ, ഇദ്ദേഹം നടനായിട്ടുള്ള സിനിമയുടെ പേരെന്തായിരുന്നു? സൂപ്പർ സ്റ്റാർ. അയ്യോ അല്ലല്ലോ, ലാസ്റ്റ് ഇറങ്ങിയ സിനിമ. എന്തായാലും അത് വമ്പൻ ഫ്ലോപ്പ് ആയിരുന്നു, അല്ല ചാളി പടമായിരുന്നു. കുറച്ച് ആളുകളൊക്കെ ഇഷ്ടപ്പെട്ട് പറഞ്ഞിട്ടുള്ളൂ. 90% ആളുകളും വളരെ മോശം അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. പക്ഷെ അതിനെക്കുറിച്ച് പുള്ളിക്കാരൻ പറഞ്ഞത് ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് മനസ്സിൽ മുഴുവൻ ARM ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു ഡ്രീം പ്രൊജക്ട് പോലെ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പൊ ഇതില് 3 ലുക്കിലുള്ള ടോവിനോനെ കാണിക്കുന്നുണ്ട്. ഒന്ന് കള്ളൻ ലുക്കിലുള്ളതും, ഒന്ന് ഒരു വാരിയർ ലുക്കിലുള്ളതും, പിന്നെ മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ലുക്കും, ബാക്ക്ഗ്രൗണ്ടിൽ നടിമാരായിട്ടുള്ള കുറച്ച് ആളുകൾ കാണുന്നുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ. എന്തായാലും കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ
ക്വാളിറ്റിയാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വരുന്ന സിനിമ ഇപ്പൊ കത്തനാർ അതുപോലെ ഇത് അതൊക്കെ ഒരു എപ്പിക് ഫീൽ തരാൻ ഇതിന്റെ ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും സാധിച്ചിട്ടുണ്ട്. കത്തനാർക്ക് വേറെ ലെവലാണ്. അവിടെ ആയിക്കട്ടെ. നെക്സ്റ്റ് കങ്കുവ. കങ്ക കങ്ക കങ്കുവ ട്രെയിലർ ടുമോറോ 1 PM 1 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ട്രെയിലർ. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഒന്നെങ്കിൽ രാവിലെ രാത്രി 12 മണിക്ക് ഇടാറുണ്ട്. കൂടുതലും 5 മണി 6 മണി 7 മണി ഒക്കെയാണ് പ്രധാന ടൈം. ഇല്ലെങ്കിൽ 9:09 5:05 5:55 ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. 1 മണി എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിൽ അങ്ങനെ അധികം പെട്ടെന്ന് ഓർമ്മയിലൊന്നും കിട്ടുന്നില്ല. വന്നിട്ട് എനിക്ക് അറിയില്ല. അതെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. എന്തായാലും പോസ്റ്റർ ഇതാണ്. നല്ല സൂപ്പർ പോസ്റ്ററാണ് ഇതും. ഈ കങ്കോ പിന്നെ ഓഫ്കോഴ്സ് വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റും ഗംഭീരമായിരുന്നു. ഏതും നമുക്ക് മോശം എന്ന് പറയാനുള്ള ഒരു അപ്ഡേറ്റും ഇല്ല. ഹൈപ്പ് കൊണ്ട് വല്ലതും സംഭവിക്കുമോ എന്നുള്ള പേടി മാത്രമാണുള്ളത്. പക്ഷെ അതും നമ്മളിപ്പോ ലാസ്റ്റ് വന്നിട്ടുള്ള പോസ്റ്റർ റിയാക്ട് ചെയ്ത സമയത്ത് താഴെ കുറെ കമന്റ് വന്നിട്ടുണ്ട്. ഹൈപ്പ് കൊണ്ടൊന്നും സംഭവിക്കില്ല മോനെ, ഇത് പടം വേറെയാണെന്നുള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ. ഇനി ഇവർ രണ്ടുപേർക്കും ചിറക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ. ബോബി ഡിയോളുണ്ട് കൂടെ, നമ്മുടെ സൂര്യണ്ണനും ഉണ്ട്. നേരത്തെ വന്ന പോസ്റ്ററിൽ ഞാൻ പറയാൻ വിട്ടുപോയ സാധനം ഉണ്ടായിരുന്നു. കമന്റിൽ കുറെ ആളുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു. അതായത് ആ പോസ്റ്ററിൽ പുള്ളിക്കാരൻ നമ്മുടെ സൂര്യ കരയാണ്, അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോ അഗ്നിപർവ്വതം പൊട്ടി മുഴുവൻ ഇവരുടെ വംശം നശിച്ചതിന് ശേഷം അതിന് താഴെ കരിഞ്ഞു കിടക്കുന്ന കുറെ ആളുകളെയും എന്താ ചാരമായിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു. അവിടെ ഇങ്ങനെ കുത്തി പിടിച്ച് സങ്കടത്തോടെ നിൽക്കുന്ന സൂര്യയാണ്. നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ കണ്ണുനീര് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കമന്റിൽ രേഖപ്പെടുത്തി. താങ്ക് യു. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അഗ്നിപർവ്വതം പൊട്ടുന്ന സീൻ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ ഇവിടെ സൂര്യയുടെ തൊട്ട് നേരെ കൊടുത്തിരിക്കുന്ന ഒരു പരുന്തിന്റെ ചിറക്, ആ ചിറകില് പ്രകാശം പോലെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തീ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രഷ്യസ് പ്ലസ് ഭയങ്കര പവർഫുൾ എന്നുള്ള സംഭവമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇപ്പുറത്ത് ബോബിഡികളുടെ കണ്ണൊക്കെ എന്റെ അമ്മോ, മുഖത്ത് കുറെ വരയും കുത്തൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നട്ടാനേക്കാൾ മുകളിലുള്ള ഒരു വില്ലനാവാൻ സാധ്യതയുണ്ട് ഈ ബോബിഡികളുടെ ക്യാരക്ടർ. അത് പൊളിയായിരിക്കും. പിന്നെ പുള്ളിക്കാരന്റെ ഈ ചിറക് അത് പരുന്താണോ കഴുകാണോ എന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും അതില് ഒരു ഈവിൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ബ്ലഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല ഗംഭീരമായി. രണ്ടുപേരുടെയും ക്യാരക്ടറിന്റെ ഏകദേശ രൂപവും ഏകദേശ ഐഡിയയും ഒക്കെ ഇതിലൂടെ തന്നെ അവർ പുറത്തേക്ക് വിടുന്നുണ്ട്. ആൻഡ് താഴെ നമുക്ക് കുറെ ആളുകൾ അവിടെ എന്തോ ഡാൻസിന്റെ ഇടയിലാണോ എന്തെങ്കിലും പ്രാർത്ഥനയാണോ സാധനം എന്നറിയില്ല കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് ബമ്പൻ സാധനം തന്നെയായിരിക്കും. എത്രയോ ആളുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുള്ള സോങ് അടക്കം ഇതിലുണ്ട്. കുറെ ഫൈറ്റ് രംഗങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. എന്റെ വിശ്വാസപ്രകാരം ഇത് തമിഴിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഈ കങ്കുവ. ഫാൻ ഷോ ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതിനോട് മുട്ടി നിൽക്കാൻ മാർട്ടിൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും നമ്മൾ നേരത്തെ വീടിന്റെ താഴെ വന്നിരിക്കുന്നത് മാർട്ടിനൊക്കെ ട്രോളല്ല സാധനമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മാർട്ടിൻ ഒരു ഒന്നൊന്നര ഐറ്റം തന്നെ ആയിരിക്കും. കാരണം ഈ തെലുഗു സിനിമയും കന്നഡ സിനിമയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഫൈറ്റ് ആക്ഷൻ മാസ് സിനിമകളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സാധനമുണ്ട്. ഇപ്പോൾ ഒരൊറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ അടി കൊണ്ടിട്ട് താഴെ വീണ് പൊങ്ങി പിന്നെ വന്ന് പിന്നെ അടിച്ചാലും നമുക്കതൊരു ബോറായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അമ്മാതിരി പരിപാടിയായിരിക്കും. അങ്ങനെ ആയിരിക്കും അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ബോറായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. ആൻഡ് ധ്രുവ് സർജ എന്റെ പൊന്നു, ഒരു അജ്ജാനബാഹു സാധനം. കൈയൊക്കെ എന്ത് വണ്ണം, ഇത്ര വണ്ണം ഉണ്ട് ഒരു കൈ. അപ്പൊ പുള്ളിക്കാരനെ അടിച്ചാൽ പിന്നെ ഇങ്ങനെ സംഭവിക്കാതിരിക്കുമോ എന്നുള്ളൊരു ഫീല് കൊണ്ടുവരാനും ആ ക്യാരക്ടർ കൊണ്ടും നമുക്ക് അങ്ങനെ തോന്നാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ ട്രെയിലർ 1 കണ്ട സമയത്ത് അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഹോളിവുഡ് സ്റ്റൈൽ സാധനങ്ങൾ കുറെ അതിൽ വന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് വെറുതെ വന്ന് ട്രോൾ മെറ്റീരിയൽ ആയിട്ട് പോകും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് രേഖപ്പെടുത്താം. എനിക്ക് തോന്നുന്നു കങ്കുവ പോസിറ്റീവ് വന്നാൽ തീർച്ചയായിട്ടും കങ്കുവ മേലെ പോകും. എന്നാലും കട്ടക്ക് പിടിച്ചു നിൽക്കാനുള്ള സാധനം ഉണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്.